ഇതാണ് ഒരു വയനാടൻ മോഡൽ കപ്പ തോലൊളിക്കലാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇങ്ങനെയാണ് ഉമ്മമാര് കപ്പ തോലൊളിക്കുന്നത്. ഇതൊന്നും കാണാത്ത ആൾക്കാരുണ്ടാവുമല്ലോ ചിലപ്പോ. ഇല്ല അമ്മ ഇതൊന്നും ചിലപ്പോ കാണാത്തവരുണ്ടാവും, അടുക്കളയിൽ കയറാത്ത ആൾക്കാരുണ്ടാവും. വരിക, തിന്നുക, പോവുക, തിന്നുക, പോവുക, പോവുക, തിന്നുക. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. കണ്ടോ, കപ്പ ഇങ്ങനെയാണ് തോലൊളിക്കുക. കണ്ടോളിയാക്കളെ. എന്നിട്ട് പാത്രത്തിലേക്ക് ഇടുന്നു, പിന്നെയും കപ്പ എടുക്കുന്നു. ഇതൊരു യൂറോപ്യൻ സ്റ്റൈലാണ്. ശരിക്കും വയനാട്ടിൽ എൻ്റെ അമ്മച്ചിക്കും പിന്നെ കൊല്ലരുടെ ഉള്ള ഒരു ചാച്ചിക്കും പിന്നെ അരീക്കര അമ്മക്കും ഇവർക്കൊക്കെ അറിയുള്ളത്. 3-4 ആൾക്കാർക്ക് ഇത് തോലൊളിക്കല്. പക്ഷേങ്കിൽ ഇത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. കണ്ടോ, അതുകൊണ്ട് ഞാൻ എടുക്കുക, കപ്പ ഇങ്ങനെ എടുക്കുക, അത് തോലൊളിക്കുക. നമുക്ക് എന്താണ് സിമ്പിൾ. നിങ്ങളാണെങ്കിൽ അത് കൊത്തി മുറിച്ചെന്തൊക്കെ നോമ്പുറക്കുമ്പോഴത്തേന് എന്താ വറ്റ മീൻ കറിയും പൂള പൊയ്യും. ആവൂല്ലടാ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. പൂള മീൻ കറിയും പൂള എന്തെന്നാ അറിയപ്പോ തോലൊളിക്കല് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തായാലും കൊത്തിയിടുന്ന കൂടി കാണിച്ചു തരാം. ഇങ്ങനെ ഉണ്ടോ കൊത്തിയിട്ട്. ഇതൊരു കൊടുവള്ളി സ്റ്റൈലാണ്. എന്താ വെച്ചാൽ കൊടുവള്ളിക്കാരിയാണ് കേട്ടോ. പുള്ളാവൂരാണ്. പുള്ളാവൂര് സ്റ്റൈലിലാണ് ഇത് കൊത്തിയിടുന്നത്. നേരത്തെ നിങ്ങൾ തോലൊളിച്ച് വയനാടൻ സ്റ്റൈലിൽ എന്തേത്താണ് ഇവളെ ആട്ട് മുറിച്ചിട്ടോട് വളെ എടുത്ത് തിന്നാൻ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നോമ്പുള്ളത് കൊണ്ടേ തിന്നാൻ പറ്റൂല. അപ്പൊ എല്ലാരും ഇഷ്ടമുള്ളവര് പൂള തോലൊളിക്കുക, ഇറച്ചി മീൻകറിയോ. മീൻകറിയാണ് പൂളൊക്കെ ശരിക്കും ചേരിയല്ലമ്മ. നല്ല മുളവീറ്റി ഉണ്ടല്ലോ, നല്ല അയില മുളവീറ്റിയൊക്കെ. കുഞ്ഞിപ്പണ്ണ് അതിൻ്റെ അടുക്കാടുന്ന് ഇറങ്ങി വരുന്നുണ്ട് മക്കളെ. ഒരു മിനിറ്റ് കാണിച്ചത്. കുഞ്ഞിപ്പെണ്ണ് ഇറങ്ങി അപ്പച്ചിന്റെ മുറ്റം അങ്ങനെ ചെറാനോ